ഏറ്റവും നീളം കൂടിയ തൂക്കുപാലത്തിലെത്തിയിരിക്കുകയാണ്. ഇതിന് 4 അടി വീതിയും 183 മീറ്റർ നീളവുമാണുള്ളത്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാനത്തേലാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം നിൽക്കുന്നത് കേട്ടോ. നല്ല ശക്തിയേറിയ ഇരുമ്പ് വടം. ഈ ചൂടിൻ്റെ ശക്തി ഒന്ന് കുറയ്ക്കാനായിട്ട് ഉപ്പിട്ട നല്ല തണുത്ത സോഡാരവെള്ളം നമുക്ക് കുടിക്കാം കേട്ടോ. ഇവിടെ പെഡൽ ബോട്ടും അതുപോലെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. ഹായ് ഹലോ, വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്താട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളൊന്നാണ് ഇഞ്ചത്തൊട്ടി. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇഞ്ചത്തൊട്ടിയിലെ തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കിടന്നാലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ വീഡിയോയിലുള്ളത് നമ്മുടെ സ്വന്തം രമേശ് ബ്രോയ കേട്ടോ. നമുക്ക് രമേശ് ബ്രോയെ കൃത്യമായിട്ട് അറിയാമല്ലോ, നമ്മുടെ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും തന്നെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലും അതുപോലെ തട്ടേക്കാടും പിന്നെ പുതുത്താങ്കടി ഡാമൊക്കെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ വീഡിയോകളായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫ്രണ്ട്സ്, മൂലമറ്റത്ത് നിന്ന് ആരംഭിച്ച് നമ്മുടെ ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജ് യാത്ര അങ്ങനെ നമ്മൾ ഊന്നുകല്ലെത്തിയിരിക്കുകയാണ്. തൊടുപുഴയിൽ നിന്ന് ഊന്നുകലിലേക്ക് ഏകദേശം 22 കിലോമീറ്റർ ദൂരമാണുള്ളത്. അങ്ങനെ നമ്മൾ ഊന്നുകൽ ടൗണിലെത്തിയിരിക്കുകയാണ്. അവിടുന്ന് വീണ്ടും സഞ്ചരിക്കണം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലമായ ഇഞ്ചത്തൊട്ടിയിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ഒരു വനം പോലെ ഒരു പ്രദേശമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം പിന്നിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. മൂലമറ്റത്ത് നിന്ന് ഇഞ്ചത്തൊട്ടി വരെ 52 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഏകദേശം 1.5-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇഞ്ചത്തൊട്ടിയിലെത്തും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മൂലമറ്റത്ത് നിന്ന് 52 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന് സമീപത്തിയിരിക്കുകയാണ്. എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ തൂക്കുപാലത്തോട് ചേർന്നായിട്ട് 1-2 കയാക്കിംഗ് സെന്ററുകൾ നമുക്ക് കാണാം. പെഡൽ ബോട്ടുകളും അതുപോലെ കയാക്കിംഗ് ബോട്ടുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇവിടെ ഉണക്കാനുണ്ടാകുന്ന കാഴ്ചയെ കാണാം. തൊട്ടടുത്തായിട്ടൊരു കടയിൽ നല്ല ഉപ്പിലിട്ട പലതരം സാധനങ്ങൾ നമുക്ക് ലഭിക്കുകയും ഈ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജ്. നയനമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്ന. പച്ചപ്പ് നിറഞ്ഞ സുന്ദരമായ കാഴ്ചകൾ, നല്ല റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നു പാലമൊക്കെ. ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾ അത്യാവശ്യം വരുന്നുണ്ട്. കൂടാതെ ധാരാളം നാട്ടുകാരെ നമുക്ക് കാണാവേ. നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി മുകൾ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ആ സ്റ്റെപ്പ് കയറി വെച്ചിട്ട് വേണം നമുക്ക് സസ്പെൻഷൻ ബ്രിഡ്ജിലോട്ട് പ്രവേശിക്കാനായിട്ട്. ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് മുന്നറിയിപ്പ് ബോർഡ് കാണാം. പാലത്തിൽ ഒരേ സമയം 40 പേർക്കുള്ളിൽ പ്രവേശിക്കരുത്, ഇരുചക്രവാഹനങ്ങൾ ഇതിലൂടെ ഉപയോഗിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാറിൻ്റെ സുന്ദര ദൃശ്യങ്ങൾ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലത്തിലെത്തിയിരിക്കുകയാണ്. ഇതിന് 4 അടി വീതിയും 183 മീറ്റർ നീളവുമാണുള്ളത്. വളരെ മനോഹരമായ ഒരു തൂക്കുപാലമാണ്. പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ താഴെ കാണുന്ന ആറ് പെരിയാറാണ് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ പെരിയാറിൻ്റെ കാഴ്ചകളാട്ടോ, സുന്ദരമായ കാഴ്ചകൾ. അപ്പുറത്തൊക്കെ നല്ല ഹരിതാഭവും പച്ചപ്പും. 2012 ഏറ്റവും നീളം കൂടിയ ഈ തൂക്കുപാലം ഇവിടെ പണി കഴിപ്പിച്ചത്. ഏകദേശം 10-12 വർഷമേ ഈ പാലത്തിന് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ പാലത്തിലൂടെ നടക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അനേകം സഞ്ചാരികളാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാനായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമ്പോഴേക്കും പാലം ചെറുതായിട്ടൊക്കെ കുലുങ്ങുന്നുണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ചെറിയ പാലങ്ങൾ കേട്ടുള്ളൂ, ഇങ്ങനെ വലിയൊരു പാലത്തേക്ക് കയറുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള വേറെ 1-2 സ്ഥലങ്ങളോടെ സന്ദർശിക്കാൻ കേട്ടോ. ഇഞ്ചത്തൊട്ടി വരുവാണെങ്കിൽ നമുക്ക് നമ്മൾ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തട്ടേക്കാടും അതുപോലെ പുതുത്താൻകെട്ട് ഡാമൊക്കെ നമുക്ക് സന്ദർശിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു യാത്രയിൽ നമുക്ക് ഒന്നിലധികം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. വൺ ഡേ ട്രിപ്പിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഇഞ്ചത്തൊട്ടി. അപ്പോൾ നമ്മൾ ആ ഇഞ്ചത്തൊട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. നല്ല നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് നമ്മുടെ പെരിയാർ. അപ്പം ഇതിൻ്റെ സുന്ദരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നാട്ടുകാരും സഞ്ചാരികളെല്ലാം പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രകൃതി തീർത്ത സൗന്ദര്യം ആസ്വദിക്കുക എന്നതാണ് ഓരോ സഞ്ചാരിയുടെയും കർത്തവ്യം. പാലത്തിന് വെളിയിലുള്ള പാലത്തിൻ്റെ സുന്ദര ദൃശ്യങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. രമേശ് ബ്രോ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടിയിലെ മനോഹരമായ തൂക്കുപാലം. മൂന്നാറിനൊക്കെ ടൂർ വരുന്ന സഞ്ചാരികൾ പ്രത്യേകം കണ്ടുപോകേണ്ട മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ നടത്താം. അപ്പോൾ ഇങ്ങോട്ട് പ്രവേശന ഫീസൊന്നുമില്ല, എല്ലാവർക്കും സൗജന്യമായിട്ട് വന്നു പോകാവുന്നതാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഗ്രാമമായ ഇഞ്ചത്തൊട്ടിയിൽ പോസ്റ്റ് ബോക്സും അതുപോലെ അമ്പലങ്ങളും പള്ളികളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സ്ഥാനത്തേലാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം നിൽക്കുന്നത് കേട്ടോ. നല്ല ശക്തിയേറിയ ഇരുമ്പ് വടം. പാലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് സുരക്ഷാ മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ വരുന്ന സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടടുത്തായിട്ട് ആളുകൾ മീൻ പിടിക്കാൻ പോകുന്ന
ചെറിയ ഒരു വള്ളമൊക്കെ നമുക്ക് കാണാം, അത് വലയെല്ലാം കാണാം. ഇത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ മറ്റൊരു ദൃശ്യമാട്ടോ, നമ്മൾ മറ്റൊരു സ്ഥലത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വളരെ മനോഹരം എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇഞ്ചത്തൊട്ടി. പുഴയിലൊക്കെ ധാരാളം മീനുകളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും, ചെറുതുവലുതുമായ. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികളെ കാത്ത് ഇവിടെ ചെറിയൊരു പെട്ടിക്കട നമുക്ക് കാണാം. ഉപ്പിലിട്ട ചാമ്പങ്ങ, നെല്ലിക്ക, കാന്താരിമുളക് അങ്ങനെ തുടങ്ങി നിരവധി ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ചേട്ടൻ നമുക്ക് ഒരു സോഡ നാരങ്ങ തരികയാണ്. നല്ല ഉപ്പിട്ട, ഈ ചൂടത്ത് നമ്മുടെ ശരീരത്തിന് കുളിരാകാൻ പറ്റിയ ഇഞ്ചിയും നെല്ലിക്കായും കാന്താരിമുളകും ജാതിക്കൊക്കെ ഇട്ട നല്ല അടിപൊളി ഒരു നാരങ്ങ വെള്ളം നമുക്കായിട്ട് ചേട്ടൻ എടുത്ത് തരികയാണ്. ഈ ചൂടത്ത് ഏറ്റവും നല്ലത് നാരങ്ങ വെള്ളം, സംഭാരം തുടങ്ങിയവയാണ്. അപ്പോൾ നമ്മളത് കഴിച്ച് നമ്മളിവിടെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള നാരങ്ങ വെള്ളം ചേട്ടൻ എടുക്കുകയാണ്. നല്ല ഇഞ്ചിയും പച്ചമുളകും ജാതിക്കൊക്കെ ഇടിച്ച് അതിൻ്റെയൊക്കെ ഉപ്പൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് സോഡയൊക്കെ ഒഴിച്ച് നല്ല കിടിലൻ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ മൈൻഡും അതുപോലെ നമ്മുടെ ബോഡിയൊക്കെ ഫ്രഷായി. ഈ പാലത്തിന് സമീപത്ത് ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം പേരാണ് ബോട്ടിങ്ങിനും കയാക്കിനൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂതത്താൻകെട്ട് ഡാമും തട്ടേക്കാട് പക്ഷി സങ്കേതവും വരുന്ന വീഡിയോകളിൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി.